കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് തിരുവനന്തപുരം ചെങ്കോട്ട അന്തർ സംസ്ഥാന പാതയിൽ പള്ളംവെട്ടിക്ക് സമീപം കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടമുണ്ടായത്. അടൂർ സ്വദേശികളായ 4 യുവാക്കളാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഇടിയുടെ ആഘാതത്തിൽ ഇലക്ട്രിക് പോസ്റ്റ് റോഡിലേക്ക് ഒടിഞ്ഞു വീണ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കാറിന്റെ ഒരു വശം പൂർണ്ണമായും തകർന്നു. പുതിയ കാർ എടുത്തതിന് ശേഷം ഇവർ തെങ്കാശി ഭാഗത്തേക്ക് പോവുകയായിരുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. കാർ അമിത വേഗതയിലായിരുന്നുവെന്നും ചിലർ മദ്യപിച്ചിരുന്നുവെന്നും നാട്ടുകാർ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കാറിലുണ്ടായിരുന്ന യുവാക്കൾക്ക് ആർക്കും തന്നെ കാര്യമായ പരിക്കുകളില്ല. ഗുരുതരമായ അല്ലെങ്കിൽ ഗൗരവതരമായ ഒരു കാര്യം, ഈ കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു നിന്നതിനാൽ തൊട്ട് സമീപത്തെ വലിയ കൊക്കയിലേക്ക്, വലിയ താഴ്ചയിലേക്ക് മറിയാതെ ഇവർ രക്ഷപ്പെടുകയായിരുന്നു. ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചില്ലായിരുന്നെങ്കിൽ ഈ കാർ നേരെ പോകുന്നത് വലിയ താഴ്ചയിലേക്കായനെ. ഒരു പക്ഷേ ഇത് അപകടത്തിന്റെ ആക്കം കൂട്ടിയനെ. എന്തായാലും ഓടിക്കൂടിയ നാട്ടുകാരും ഇതുവഴി എത്തിയ വാഹനയാത്രികരെല്ലാവരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. യുവാക്കൾക്ക് നിസ്സാരമായ ചില പരിക്കുകൾ ഒഴിച്ചാൽ കാര്യമായ പരിക്കുകളൊന്നും ആർക്കും ഇല്ല. കുളത്തൂപ്പുഴ പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നത് തന്നെയാണ് ആശ്വാസകരം. പെട്ടെന്ന് ഇവിടെ ഇത് കത്തുന്നുണ്ട്, ലൈൻ ഓഫല്ല. എടുക്കും പെട്ടെന്നാട്ടെ. കേക്ക് വന്നു കഴിഞ്ഞാൽ വിളിച്ചു അവര് ടീം വരുന്നു.